ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വലിയവരെയും ചെറിയവരെയും ഒരേപോലെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പ്രശ്നമായ ചുമയ്ക്കുള്ളൊരു ഹോം റെമഡിയാണ് കേട്ടോ. ചെറിയൊരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡിയാണ്. അതിനുവേണ്ടി ഞാനിത് 1/2 സ്പൂൺ ചുക്ക് പൊടിയാണ് കേട്ടോ ആദ്യം തന്നെ എടുത്തേക്കുന്നത്. ഈ ചുക്ക് നമുക്ക് കടയിൽ നിന്ന് ഇതുപോലുള്ളൊരു പാക്കറ്റിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് മേടിച്ച് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരു 1/2 സ്പൂൺ ചുക്കുപൊടി, വലിയവർക്കാണെങ്കിൽ 1 സ്പൂൺ വരെ എടുക്കാം കേട്ടോ. അതിലോട്ട് നമുക്ക് ഇത് 1/2 സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവ രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ. നമ്മുടെ ഈ വിട്ടുമാറാത്ത ചുമയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടാനായിട്ട് ഇത് ഉപയോഗിക്കാം. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ തേനും കൂടെ ചേർക്കാം കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് കുട്ടികളാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുക, വലിയവരാണെങ്കിൽ കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇത് മൂന്നും കൂടെ നമുക്കിനി നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോഴത്തെ ഒരു സീസണിൽ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ വിട്ടുമാറാത്ത ചുമ. 1 മാസമായിട്ടും 2 മാസമായിട്ടും മാറാത്ത ചുമ. ഇംഗ്ലീഷ് മരുന്ന് എത്ര കഴിച്ചിട്ടും മാറാത്ത ചുമയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒരു ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ച് ചെറിയതായിട്ട് 3 നേരം വീതം ഇത് കുറേശ്ശെയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. എനിക്ക് നല്ലൊരു അനുഭവമുണ്ട്. ഞാനിത് കഴിച്ചിട്ട് എൻ്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടാണെങ്കിലും അവർക്ക് പെട്ടെന്ന് ചുമയിൽ നിന്ന് മാറാതെ നിന്നിരുന്ന ചുമ പെട്ടെന്ന് മാറി കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമുക്ക് 3 നേരമായിട്ട് സ്പൂൺ വെച്ച് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ സൗകര്യം പോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇത് കഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ചുമയുടെ മരുന്ന് കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് കഴിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്. എനിക്ക് അനുഭവത്തിലുള്ളതാണ്. കുട്ടികൾക്കായാലും കൊടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു റെമഡി കൂടെ നമുക്ക് നോക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഇതുപോലെ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും കുറച്ച് തുളസിയുടെ ഇലയാണ് കേട്ടോ. ഈ 2 ഇലയും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ നീരെടുത്തിട്ടാണ് നമ്മളിന്ന് അടുത്ത റെമഡി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു 2 സ്പൂൺ വെള്ളം ഒരു പാത്രത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ അതിലോട്ട് ഈ ഇല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതൊന്നുമല്ല, ഇവനാണ് കേട്ടോ, ഈ മുയൽച്ചെവിയുടെ ഇല ഒരു 3-4 എണ്ണം കൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ചുമയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. പനിക്കൂർക്കയുടെയും തുളസിയുടെയും ഇലയേക്കാളും കൂടുതൽ ചുമയുള്ളവർക്കാണെങ്കിൽ മുയൽച്ചെവിയും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. പനിക്കൂർക്ക തുളസി നമ്മൾ കഴിക്കുന്നത് ജലദോഷം വരുന്ന സമയത്താണ് കേട്ടോ. ജലദോഷത്തിൽ നിന്നും അത് മാറി ചുമയിലോട്ട് മാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് മുയൽച്ചെവിയും കൂടെ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ചുമയിൽ നിന്ന് നല്ലൊരു റിലീഫ് കിട്ടുള്ളൂ കേട്ടോ. അത് ഡ്രൈ കഫ് ആണെങ്കിലും വെറ്റ് കഫ് ആണെങ്കിലും നമുക്ക് ഇതിന് നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇതുപോലെ ആ 2 സ്പൂൺ വെള്ളത്തിലിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക. നമ്മളിപ്പോൾ പുട്ടുകുറ്റിയിലൊക്കെ ഇട്ട് വാട്ടിയെടുക്കുകയാണെങ്കിൽ അത് ഞെരടിയെടുക്കാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും. അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് വാട്ടിയെടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ നീരെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നല്ലപോലെ വാടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ ആ നീരും വെള്ളവും ആ ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ബിസി ലൈഫുള്ളവർക്കൊക്കെ സമയമില്ലാത്തവർക്കൊക്കെ ഇത് നല്ലൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയാകുമ്പോൾ. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇതിൻ്റെ നീരെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം, ഒരു ഗ്ലാസ്സോ ചെറിയൊരു കറിപ്പാത്രമോ എല്ലാം വെച്ചിട്ട് അതിലോട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ഈ ഒരു അരച്ച പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ അരിപ്പയിൽ വെച്ച് ഇത് നല്ലപോലെ പ്രസ് ചെയ്ത് അതിൻ്റെ നീര് നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലപോലെ അതിൻ്റെ എല്ലാ നീരും കിട്ടുകയും ചെയ്യും. ഒന്നും വേസ്റ്റായി പോകത്തുമില്ല. മറ്റേ നമ്മൾ പുട്ടുകുറ്റിയിലൊക്കെ വെച്ച് വാട്ടിയെടുക്കുമ്പം ഞെരടിയെടുക്കുമ്പം അത് നമുക്ക് മുഴുവനായിട്ടും കിട്ടില്ല കേട്ടോ. അതിലേക്ക് നമ്മളൊരു സ്പൂൺ തേനും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ തേനും കൂടെ ചേർത്ത് വരുമ്പോൾ ഒരു നല്ല മധുരമാണ് ഇതിന്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് സിമ്പിളായിരിക്കും. ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരു 3 നേരം വീതം ചെറിയ സ്പൂൺ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റീവായിട്ടൊരു റെമഡിയാണ്. പെട്ടെന്ന് തന്നെ ചുമ മാറും. 2 ദിവസത്തിനുള്ളിൽ തന്നെ ചുമ നല്ലപോലെ മാറും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. 2 റെമഡി ഞാൻ കാണിച്ചത് 2 റെമഡി നല്ല എഫക്റ്റീവാണ്. വിത്തിൻ 2 ഡേയ്സിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.